A roof of a hall measuring 8 meter into 12 meter consists of a 100 thick RC slab supported on steel I-beams spaced 3 meter apart. Finishing load 1 kN per meter square and live load 1.5 kN per meter square. Design the beam. നമുക്കിപ്പോൾ ഒരു റൂഫിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഈ റൂഫ് ബേസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഹാളിൻ്റെ മെഷർമെൻറ്റ് 8 മീറ്റർ ഇൻറ്റു 12 മീറ്റർ തന്നിട്ടുണ്ട്. തിക്നെസ് 100 mm തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനിഷിംഗ് ലോഡ് തന്നിട്ടുണ്ട്, ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, സ്പേസിങ്ങും തന്നിട്ടുണ്ട് 3 മീറ്ററാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു റൂഫിൻ്റെ പിക്ചർ. അതിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന സെക്ഷൻസാണ് ഈ കാണിച്ചേക്കുന്ന പോർഷൻസ്. ഈ ഒരു റെഡ്, ഞാൻ ഇപ്പോൾ റെഡ് കാണിച്ചേക്കുന്നതാണ് ഞാൻ എടുത്തേക്കുന്ന 3 ബീംസ്. ഇത് 3 ബീംസാണ്. ഞാൻ ഈ ഇത്രയും പോർഷനാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. അതിലും ഈ ഒരു ബീമിൻ്റെയും ഈ ഒരു ബീമിൻ്റെയും കൂടെ ഫുൾ അതിൻ്റെ അല്ലെങ്കിൽ ഹാഫ് ലോഡ് വരുന്ന സെക്ഷൻസാണ് മെയിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 3 ബീംസ് ആദ്യം ഞാൻ കൺസിഡർ ചെയ്തു. അതിലൊന്ന് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന പോർഷൻ ഇത്രയും പോർഷൻസാണ്. ഇനി ഞാൻ പറയുന്നതെല്ലാം ഇത്രയും പോർഷൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഗിവൺ ഡേറ്റ് എഴുതാം. ഓക്കെ, ഇനി നമ്മളിതിൽ എഴുതിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഐ ബീമാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു റൂഫിലിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇരിക്കുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും പിക്ചർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്തു തുടങ്ങാം. ഗിവൺ ഡേറ്റ് കഴിഞ്ഞു. ഗിവൺ ഡേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പോകുന്ന ലോഡ് കാൽക്കുലേഷനിലോട്ടാണ്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫിനിഷിംഗ് ലോഡ് തന്നിട്ടുണ്ട് 1 kN per meter square. kN per meter ആണ് നമ്മുടെ യൂണിറ്റ്. പക്ഷേ മീറ്റർ സ്ക്വയർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ സ്പേസിങ് ഇൻറ്റു ചെയ്യണം. സ്പേസിങ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 1 × 3 ചെയ്യുമ്പം 3 kN per meter. ഇതുപോലെ kN per meter square വരുന്ന സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ kN വേറെ കൺവേർഷനൊന്നും ഇല്ലാതെ തന്നെ kN per meterലോട്ട് ആക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ അവിടുത്തെ സ്പേസിങ് 1 ആയിട്ട് അസ്യൂം ചെയ്യും. തന്നിട്ടുണ്ടെങ്കിൽ 1 തന്നിട്ടുള്ളത് എടുക്കും, തന്നിട്ടില്ല എങ്കിൽ അവിടെ 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ആൻസറിൽ മീറ്റർ സ്ക്വയറിൽ എഴുതിയിരിക്കുന്നത് നേരെ കൺവേർട്ട് ചെയ്ത് kN per meterലോട്ടാവുന്നത്. അപ്പോൾ ഇവിടെ സ്പേസിങ് 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ലോഡും നമുക്ക് ഉള്ള ലോഡ് 1.5 ആണ്. അവിടുത്തെ സ്പേസിങ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും 4.5 കിട്ടും. ഇനിയുള്ളത് സെൽഫ് വെയ്റ്റ് ഓഫ് സ്ലാബാണ്. സ്ലാബിൻ്റെ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി B × D × യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് B നമുക്കറിയാം, D എന്ന് പറയുന്നത് 0.1 അതും നമുക്കറിയാവുന്ന കാര്യമാണ്, ഇൻറ്റു 25. ഓക്കെ, അപ്പോൾ 7.5 kN per meter എന്ന് കിട്ടും. അപ്പോൾ ഫിനിഷിംഗ് ലോഡായി ലൈവ് ലോഡായി സെൽഫ് വെയ്റ്റായി. അടുത്ത് നമ്മൾ ഇത് ഇത്ര സ്ലാബിൻ്റെ ബേസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് ഞാൻ 1 kN per meter ആണെന്ന് അസ്യൂം ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ കണ്ടുപിടിച്ചുകൂടെ? ടോട്ടൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഉള്ള എല്ലാ ലോഡ്സിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുക, ദെൻ അതിനെ ഫാക്ടേഡ് ആക്കുക. ഇത്രയേ ഉള്ളൂ ലോഡ് കാൽക്കുലേഷനിൽ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെയും കാൽക്കുലേഷനാണ് വരുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈവൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എങ്കിൽ ഞാൻ അസ്യൂം ചെയ്തെടുത്തിരിക്കുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീം. WL²/8 ആണ് ഇക്വേഷൻ. W ഓൾറെഡി ഫാക്ടറിലോട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. L 8.3 ആണ്. ഈ 8.3 എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിത്ര 8 ആണ്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ തിക്നെസ് 0.3 ആണ് രണ്ട് സൈഡിലും. അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ 8 + 0.3/2 + 0.3/2. അപ്പോൾ 8 + 0.3 ചെയ്താൽ മതിയല്ലോ, 8.3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ലെങ്ത് 8.3 ആയത്. ബൈ 8 വരുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെൻറ്റ് M നമുക്ക് കിട്ടും. അടുത്ത് V എന്ന് പറയുമ്പോൾ WL/2 ആണ്. അതിൻ്റെ വാല്യൂ 99.6 kN എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത്രയാകുമ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ M × Γm0/Fi ആണ്. M അറിയാം, Γm0 അറിയാം, Fi അറിയാം. Fi തന്നിട്ടില്ല എങ്കിൽ അസ്യൂം ചെയ്തെടുക്കാം. ഡയറക്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി സെക്ഷൻസ് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന ZPയുടെ വാല്യൂവിൽ നിന്നും ഗ്രേറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും സെക്ഷൻ വേണം സെലക്ട് ചെയ്യാനുണ്ട്. അടുത്ത സ്റ്റെപ്പ് സെക്ഷൻ പ്രോപ്പർട്ടീസ് എഴുതുക. സെക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സെക്ഷൻ IS MB 400 at 61.5 kg/m ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തേക്കിൻ്റെ സെക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതുക. ഡെപ്ത്, BF, TF, TW, ഗാമ IZ, ഗാമ YZ, EZ, ZPZ,
റേഡിയസ് ഓഫ് റൂട്ട് IZ IYY. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. അതത്ര എഴുതുക. ഫിഗർ ഇവിടെ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുന്നത് കുറച്ച് ബെറ്റർ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ്. സെക്ഷൻ ക്ലാസിഫിക്കേഷൻ പേജ് നമ്പർ 18 അത് നമ്മൾ നോർമലി അതും വേറെ വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ സെയിം പ്രൊസീജിയറാണ്. ബ്രെഡ് എടുക്കണമെങ്കിൽ BF/2 ആണ്. B/TF ചെയ്യുക. B/TF ചെയ്യുന്നത് ഏതിൻ്റെ റേഞ്ചിനകത്ത് നിൽക്കുമോ നോക്കുക. ഇപ്പം നമുക്ക് 9.54 എപ്സിലോണിനകത്താണ് നമുക്ക് B/TFൻ്റെ വാല്യൂ കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ D/TW ആണ്. D കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ D - 2 × TF + R1. അപ്പോൾ D/TW ചെയ്യുന്ന സമയത്ത് അതിനും നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഏത് റേഞ്ചിനകത്ത് നിൽക്കുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 9.4 എപ്സിലോണിനും രണ്ടാമത്തെ 84 എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് 1 ആണ്. അതൊക്കെ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഈ റേഞ്ചിനകത്ത് ആയതുകൊണ്ട് സെക്ഷൻ നമുക്ക് പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമതൊരു കണ്ടീഷൻ കൂടെയുണ്ട്. D/TW എന്ന് പറയുന്നത് 67-നേക്കാളും കുറവാണെങ്കിൽ അവിടെ നമുക്ക് ഷിയർ ബക്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് 5 നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ ചെക്ക് ചെയ്യുകയാണ്. ഷിയർ ചെക്ക് ചെയ്യേണ്ട ഫോർമുല പേജ് നമ്പർ 59 നമുക്ക് വിയുടെ വാല്യൂസ് ഓൾറെഡി ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ WL/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതാണ് 99.6 kN എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് BD കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസൈൻ സെയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല VN/Γ M0 അപ്പോൾ VN കാൽക്കുലേറ്റ് ചെയ്യാൻ VN എന്ന് പറയുന്നത് VPക്ക് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷനും കോഡിലുണ്ട്. AV FIW/√3. AV കാൽക്കുലേറ്റ് ചെയ്യാം. ഹോട്ട് റോൾഡ് സെക്ഷൻ എന്നുള്ള ഫോർമുലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. H/TW. ഡയറക്റ്റ് നമുക്ക് AV കിട്ടും. ആ AV VP എന്ന് പറയുന്ന ഇക്വേഷനല്ല, അത് AV FYW/√3 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ ഡയറക്റ്റ് VP കിട്ടും. VPക്ക് ഈക്വലാണ് VN എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് BD എന്ന് പറയുന്നത് VP/Γ M0 ആണ് ഇക്വേഷൻ. VP അറിയാം, Γ M0 അറിയാം. അപ്പം നമുക്ക് ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല എന്ന് വെച്ചാൽ BD ഈസ് ഗ്രേറ്റർ ദാൻ V ആണ് എങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം സേഫാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ലോ ഷിയർ ഓർ ഹൈ ഷിയർ ആണ്. ലോ ഷിയർ അല്ലെങ്കിൽ ഹൈ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. 0.6 × VD ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് V ഈസ് ലെസ് ദാൻ 0.6 VD ആണെങ്കിൽ ലോ ഷിയറും, അതല്ല V ഈസ് ഗ്രേറ്റർ ദാൻ 0.6 VD ആണെങ്കിൽ ഹൈ ഷിയറാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് കിട്ടുന്നത് 0.6 VD എന്ന് പറയുന്നത് 280.27 ആണ്. V എന്ന് പറയുന്നത് 99. അപ്പോൾ നമുക്ക് നോർമലി എന്ത് ഷിയറാണ്? ലോ ഷിയറാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമ്മൾ ഷിയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതും ലോ ആണോ ഹൈ ആണോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻറ്റ് കാൽക്കുലേഷനാണ്. മൊമെൻറ്റ് കാൽക്കുലേഷൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 53 ക്ലോസ് 8.2.1.2 അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? V ഈസ് ലെസ് ദാൻ 0.6 × VD ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? MD = βB ZP FI/Γ M0. βBയുടെ വാല്യൂ കോഡ് ബുക്കിലുണ്ട്. പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ 1 ആണ്. ബാക്കി ZPയുടെ വാല്യൂ അറിയാം, FI അറിയാം, Γ M0 അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MD ഈസ് ഗ്രേറ്റർ ദാൻ M ആണോ എങ്കിൽ സേഫാണ്. MD 267.31 അതുപോലെ തന്നെ M എന്ന് പറയുന്നത് 206.67 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെറും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് കിട്ടിയ MDയുടെ വാല്യൂ ഈ പറയുന്ന ഇക്വേഷനേക്കാളും കുറവാണെങ്കിൽ സേഫാണ്. അപ്പോൾ 1.2 അറിയാം, ZDയുടെ വാല്യൂ അറിയാം, FI അറിയാം, Γ M0 അറിയാം. അപ്പോൾ ഇത് നോക്കിയപ്പോഴും എന്തെന്ന് കിട്ടി? ഹെൻസ് ഇറ്റ് ഈസ് സേഫ് ആണെന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാണ്. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഡെൽറ്റ പെർമിസിബിളും കണ്ടുപിടിക്കണം, ഡെൽറ്റ മാക്സിമവും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഡെൽറ്റ പെർമിസിബിൾ നോക്കാം. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ L/300 ആണ് വരുന്നത്. പേജ് നമ്പർ 31 നോക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. അടുത്ത ഡെൽറ്റ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 5WL/4/384 EI ആണ് വരുന്നത്. മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അത് 4 സിംപ്ലി സപ്പോർട്ടഡ് ബീം. 5W എന്ന് പറയുന്നത് ഇവിടെ എടുക്കുമ്പം ശ്രദ്ധിക്കുക, W വർക്കിംഗ് ലോഡാണ് എടുക്കുന്നത്. വർക്കിംഗ് ലോഡ് എന്ന് വെച്ചാൽ ഫാക്ടർഡ് ലോഡല്ല. ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ലോഡ് ആണെങ്കിൽ വർക്കിംഗ് ലോഡ്, അതല്ല സർവീസ് ലോഡാണെങ്കിൽ സർവീസ് ലോഡ്, ടോട്ടൽ ലോഡാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഫാക്ടർഡ് ലോഡല്ല എടുക്കുന്നത്, അത് നോട്ട് ചെയ്തേക്കാം. ദെൻ L നമുക്കറിയാം, ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. L എത്രയാണ്? 8.3. അപ്പോൾ 8.3 × 10⁻⁴. നെക്സ്റ്റ് 384 E ഉണ്ട്, Iയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ,
ഐയുടെ വാല്യൂ എടുക്കുന്ന സമയത്ത് ഇസഡ് ആക്സിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ മാക്സും കിട്ടി. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിനേക്കാളും കൂടുതലായിരിക്കണം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എങ്കിൽ ഓക്കെയാണ്. ഇവിടെ നോക്കിയാൽ ഡെൽറ്റ മാക്സ് 24.16 ആണ്. പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 27.67. അപ്പോൾ പെർമിസിബിൾ അല്ലേ കൂടുതൽ, സോ സേഫ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്യുന്നതാണ്. വെബ് ബക്ലിംഗ് അല്ല, വെബ് ബിയറിംഗ് ആണ്. വെബ് ബിയറിങ്ങിൻ്റെ ഫോർമുല പേജ് നമ്പർ 67 ക്ലോസ് 8.7.9 FW എന്ന് പറയുമ്പോൾ B1 + N2 TW FYW ബൈ ഗാമ M0 ആണ്. അപ്പോൾ അതിൽ നിന്ന് B1ൻ്റെ വാല്യൂ നമുക്ക് 100 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ അസ്യൂം ചെയ്തെടുക്കാം. N2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2.5 × TF ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് പ്ലസ് റേഡിയസ് ഓഫ് റൂട്ട് ആണ്. എല്ലാത്തിൻ്റെ വാല്യൂസും അറിയാം, നമുക്ക് N2 കിട്ടും. ദെൻ ആ N2ഉം B1ഉം കൂടെ തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, FWനൊരു വാല്യൂ കിട്ടും. ഇനി ഇവിടുത്തെ കാര്യമെന്ന് പറഞ്ഞാൽ FW ഈസ് ഗ്രേറ്റർ ദാൻ V ആണ് എങ്കിൽ നമുക്ക് വെബ് സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, FW ഈസ് ഗ്രേറ്റർ ദാൻ V. ഓക്കെ, വെബ് ബിയറിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെബ് ബിയറിങ് വരെ ചെയ്താൽ മതി, കാരണം ബക്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ലോ ഷിയർ ആണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. സെക്ഷൻ പ്ലാസ്റ്റിക് ആണോ, സെമി പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് 3 കണ്ടീഷനിൽ മൂന്നാമത്തെ കണ്ടീഷനും സേഫ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബക്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല.